കൊടുത്താൽ അങ്ങ് തീരുന്നതാണ്. പക്ഷേ വമാ ഇൻദല്ലാഹി ബാഖ്, പടച്ച റബ്ബിന്റെ അടുത്തുള്ളത് ബാഖിൻ, അതെന്നൊന്നും ശേഷിക്കുന്നത്, എത്ര കൊടുത്താലും തീരാത്ത ഖജനാവാണ്. അപ്പോ എത്ര തന്നെ ഓരോരുത്തർക്ക് ഇത്രയൊക്കെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ മാത്രം സ്വർണം അള്ളാഹുവിന്റെ അടുത്തുണ്ട്. അലാ സുറുരിൻ മൗദൂന, ആ സുന്ദരമായ കട്ടിലുകളിലാണ് അവർ കിടന്നുറങ്ങുന്നത്. അലാ സുറുരിൻ മൗദൂന, അതിന്റെ അർത്ഥം മഹാന്മാർ കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ്. മർമൂല വമൻസൂജത്തും ബിദ്ദഹബി മുശബ്ബഖത്തും ബിദ്ദുർരി വൽ യാഖൂത്ത്. ഇമാം നസഫി റഹ്മത്തുള്ളാഹി അലൈഹി. എന്നാണ് ഇഴകള് അടുപ്പിച്ച് സ്വർണം കൊണ്ട് നെയ്തെടുത്തത്, അതോടൊപ്പം തന്നെ മാണിക്യവും മുത്തും ഒക്കെ പതിച്ചിട്ട് അലങ്കാരം ചാർത്തിയ കട്ടിലുകൾ, അതിനാണ് അലാ സുറൂരിൻ മൗദൂന എന്ന് പറയാൻ. ആ കട്ടിലുകളിലാണ് അവരിയ്ക്കുന്നത്. എന്തേ ഈ ഉത്തമ വിഭാഗത്തെക്കുറിച്ച് ഇങ്ങനെ പറയാൻ കാരണം? ഇനി മധ്യമ വിഭാഗത്തെക്കുറിച്ച് അല്ല പറയുന്നത് ഫീ സിദ്രിൻ മഖ്ദൂദ് വ ത്വൽഹിൻ മംദൂദ് വ ളിദ്ലിൻ മംദൂദ് എന്ന് പറയുന്ന ഭാഗമാണ്. അതെന്തുകൊണ്ട്? രണ്ടും നല്ല അന്തരം കാണാൻ കഴിയും, അജഗജാന്തരം, രാവും പകലുമുള്ള വ്യത്യാസമൊക്കെ കാണാൻ കഴിയും നമുക്കവിടെ. അതെന്താ കാരണം? അത് രണ്ടു കൂട്ടർക്കും അവർക്ക് പറ്റിയ സംഗതികളാ പറയുന്നത്, അവർക്ക് പറ്റിയ കാര്യങ്ങളാണ് രണ്ടു കൂട്ടരോടും പറയുന്നത്. ഉത്തമ വിഭാഗത്തിന്റെ കാര്യങ്ങളാ പറയുന്നത്. നല്ല അടിപൊളി ഫർണിച്ചറുകൾ, അത് ഇൻഷാ അല്ലാഹ് ഞാൻ അവിടെ വെച്ച് പറയാം. അത് വായിക്കുമ്പോഴേ ഇത് കൂടുതൽ തിരിയുള്ളൂ. അത് ഓതിയിട്ട് പറയുമ്പോഴേ അതിന് കൂടുതൽ ഒന്നും കൂടെ നമുക്ക് അവിടെ ഊന്നൽ നൽകാൻ കഴിയൂ, നമ്മുടെ മനസ്സിലേക്ക് ആ കാര്യം തറക്കൂ. അതുകൊണ്ട് അലാ സുറുരിൻ മൗദൂന മുത്തഖീന അലൈഹാ മുതഖാബിരീൻ, ഇങ്ങനെ കട്ടിലുകളുടെ മേലിൽ വരി വരിയായി ലൈനായിട്ട് ഇട്ടിരിക്കുന്ന കട്ടിലുകളുടെ മേൽ അവരിങ്ങനെ ഇരുന്നു കൊണ്ടിരിക്കുമെന്ന് ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ഒന്നോ രണ്ടോ സ്ഥലത്തല്ല. അലാ സുറുരിൻ മുതഖാബിരീൻ, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് അലാ സുറുരിൻ മുതഖാബിരീൻ. വേറെ ഒരു സ്ഥലത്ത് മുത്തഖീന അലാ സുറുരിൻ മസ്ഫൂഫ വസവ്വജ്നാഹും ബിഹുരിൻ നഈൻ, സൂറത്തു തൂർ 20. അലാ സുറുരിൻ മുതഖാബിരീൻ എന്ന് പറഞ്ഞത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സൂറത്തു സഫാത്തിലായിരിക്കും. അപ്പൊ അങ്ങനെ അല്ലാഹു തആല കട്ടിലുകളിൽ മുഖാമുഖം നോക്കി ഇങ്ങനെ ഇരിക്കുന്നു. അതിന് വരാൻ പോവാൻ, അതാണ് ഞാൻ അടുത്ത ആയത്ത്. മുത്തഖീന അലൈഹാ മുതഖാബിരീൻ, മുത്തഖീന അലൈഹാ മുതഖാബിരീൻ, ആ കട്ടിലുകളുടെ മേലില് മുഖാമുഖം നോക്കി ചാരിയിരിക്കുകയാണവർ. സ്വർഗത്തിലെ വിശ്രമഹാളുകളിൽ നിരത്തിയിട്ടിരിക്കുന്ന കട്ടിൽ. അലാ സുറുരിൻ മസ്ഫൂഫ, സഫു സഫായിട്ട് അണിയണിയായിട്ടിട്ടിരിക്കുന്ന കട്ടിലുകൾ. ആ കട്ടിലുകളിൽ ഇവർ ഇരിക്കുന്നത് മുതഖാബിരീൻ, മുഖാമുഖം നോക്കിക്കൊണ്ടാണ്. എന്താണ് ഈ മുഖാമുഖം നോക്കിയിരിക്കുന്നതിൽ ഇത്ര ആനന്ദം? ഞാൻ ഇതേക്കുറിച്ച് എന്റെ സീരിയൽ ഖുർആൻ ക്ലാസ്സിൽ ഒരിക്കൽ പറഞ്ഞപ്പോ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു, അല്ല ഉസ്താദേ, ഈ മുഖാമുഖം നോക്കിയിരിക്കുക എന്നുള്ളത് സ്വർഗത്തിൽ ഒരു വലിയ വിഷയമായിട്ട് എല്ലായിടത്തും പറയുന്നുണ്ട്. അലൽ അറായിക്ക് യൻദുറൂൻ, ഇവിടെ പറഞ്ഞു മുത്തഖീന അലൈഹാ മുതഖാബിരീൻ, വേറെ ഒരു സ്ഥലത്ത് പറഞ്ഞു അലാ സുറൂരിൻ മുതഖാബിരീൻ. ഈ മുഖാമുഖം ഇങ്ങനെ നോക്കിയിരിക്കാം. അപ്പോ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, സ്വർഗത്തിലെ സീറ്റിനെ കുറിച്ച് നമ്മൾ ഇവിടുന്ന് ചിന്തിക്കണ്ട. ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് തസവ്വുറാകുക, നമുക്ക് കോലപ്പെടുത്താൻ കഴിയുക. ഒന്നിരിക്കൽ അത് വട്ടത്തിൽ സംവിധാനിക്കണം. മുഖാമുഖം നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ കഴിയണമെങ്കിൽ വട്ടത്തിലായിരിക്കണം സീറ്റ്. അല്ലെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് ഒന്ന് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ട്രെയിൻ മോഡൽ, ട്രെയിനിൽ സീറ്റ് അങ്ങനെയാണല്ലോ, ഒന്ന് ഇങ്ങോട്ടുണ്ടാവും ഒന്ന് അങ്ങോട്ടുണ്ടാവും. ഒമ്നി കാറിലെയൊക്കെ സീറ്റ് പോലെ. അപ്പൊ ആ രണ്ട് രൂപത്തിലും ആവാം. ഇനി നമുക്കൊന്നും രൂപപ്പെടാത്ത ഒരു രൂപത്തിലാവാം, അവിടെ കോലപ്പെടാത്ത രൂപത്തിലാവാം, അവിടെ എത്തുമ്പോൾ കാണാം. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി എന്നാലും സാങ്കല്പികമായിട്ട് സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ കാര്യം പറയുമ്പോൾ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു, ഉസ്താദേ, ഈ മുഖാമുഖം ഇരിക്കുന്നത് വലിയൊരു കഥയായിട്ടാണ് ഖുർആൻ പറയുന്നത്. പക്ഷെ എനിക്കത് കേട്ടോടുകൂടി ഭയങ്കര ചടപ്പ്. കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് ട്രെയിൻ യാത്രയോളം ചടച്ച ഒരു യാത്രയില്ല. ട്രെയിനിൽ കയറിയാൽ ഒന്ന് ഇറങ്ങി കിട്ടിയെങ്കിൽ എന്നാണ്. കാരണം ഈ മോത്തുകൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് തീരെ സുഖമല്ല. ഞമ്മക്ക് സുഖം ബസ് യാത്രയാണ്. കണ്ടങ്ങള് മുത്തഖീന അലൈഹാ മുതഖാബിരീൻ എന്നതിനെ കുറിച്ച് മഹാന്മാർ തഫ്സീറുൽ മദാരിക്കിൽ ഇമാം നസഫി പറയുന്നു, നോക്കുക. ഐ യൻദുറു ബഅദുഹും ഫീ ഉജൂഹി ബഅദ്. ഉണ്ടോ? എന്താ ഇപ്പൊ ഇത് ഇത്ര വലിയ പവറായത്? കൂട്ടുകാർ പരസ്പരം മുഖാമുഖം നോക്കിക്കൊണ്ടിരിക്കും. വലാ യൻദുറു ബഅദുഹും ഫീ അഖ്ഫാഇ ബഅദിൻ. ചിലരുടെ പെരടിയല്ല ശ്രദ്ധിക്കുക, നോക്കുക. അതാ നമ്മുടെ ബസ്സിലെ യാത്രയുടെ സ്വഭാവം. പെരടിയാ കാണുക, ബേക്കാ കാണുക, മുന്നൊരിക്കലും കാണൂല, മുഖാമുഖം കണ്ടിരിക്കൂല. അപ്പൊ അങ്ങനെയല്ല വേണ്ടത്. പെരടി നോക്കിയിരിക്കല്ല വേണ്ടത്, മുഖാമുഖം അങ്ങനെ ഇരിക്കണം. അതാണ് സന്തോഷം.
പക്ഷെ നമ്മൾക്ക് എന്തുകൊണ്ട് അത് സന്തോഷമാകുന്നില്ല? എന്നിട്ട് അവിടെ തന്നെ ഇമാം നസഫി പറഞ്ഞു, ഉസിഫു ബി ഹുസ്നിൽ ഉശ്റ വ സഫാഇൽ മവദ്ദ. ഇങ്ങനെ ഇവരെ വിശേഷിപ്പിക്കാൻ കാരണം, മുഖാമുഖം നോക്കിയിരിക്കുന്നു എന്ന് വിശേഷിപ്പിക്കാൻ കാരണം, അവരത്രയും അടുത്ത ബന്ധാണ്, കളങ്കമറ്റ സ്നേഹബന്ധാണ് അവർ തമ്മിൽ. നല്ല തെളിഞ്ഞ സ്നേഹബന്ധമാണ്. അവരുടെ ഉള്ളു തുറന്നുള്ള പെരുമാറ്റത്തിന്റെയും സ്നേഹബന്ധത്തിന്റെയും പ്രതീകമായിട്ടാണ് അല്ലാഹു തആല ഇത് പരിചയപ്പെടുത്തിയത്. അപ്പൊ ആ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു, സുഹൃത്തെ, അതാണ് ഇപ്പൊ നമുക്ക് ഭൂമിയിലുള്ള ആകെയുള്ള കുഴപ്പം. എന്ത്? നമ്മുടെ മലപ്പുറം ഭാഷയിൽ പറഞ്ഞ മനുഷ്യന്റെ മോറ് കണ്ടുകൂടാം. അതാ നമുക്ക് ഇവിടെ ഉള്ള കുഴപ്പം. സ്വർഗത്തിലെത്തുമ്പോൾ അത് മാറിയിട്ടുണ്ടാവും. നമുക്ക് മനുഷ്യനെ കാണുന്നതിൽ വിഷമം ഉണ്ടാവില്ല. ഇവിടുന്ന് നമുക്ക് ആകെയുള്ള കുഴപ്പം അതാ, ഒരാളി മുഖം നമുക്ക് കണ്ടുകൂടാ, ഒറ്റ കുട്ടിയുടെയും മുഖം നമുക്ക് കണ്ടുകൂടാ. റാഹത്തോടുകൂടെ ഒരു സഹോദരന് ബശാശത്തോടെ മുഖപ്രസന്നതയോടെ ഒരു കൂട്ടുകാരന് മുഖം കൊടുക്കാൻ നമുക്ക് സമയമില്ല. ഉള്ളു തുറന്നൊന്നൊരു 5 മിനിറ്റ് അവനോടൊപ്പം സംസാരിക്കാൻ സമയമില്ല. പിന്നെ കുശുമ്പും മുറുമുറുപ്പും കിബിറുമാണ് മനസ്സിലാകെ, സങ്കുചിതത്വമാണ്. ഞാനും എൻ്റെ കെട്ടിയോളും എൻ്റെ കുട്ടികളും എന്നിടത്താ ഞാനുള്ളത്. അവിടുന്ന് ഞാൻ സങ്കുചിതരാകും. ചിലപ്പോൾ കെട്ടിയോളിയും കുട്ടികളെയൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ എൻ്റെ ലോകമെന്ന അപൂർവമായ സങ്കുചിതത്വത്തിലേക്ക്, അല്ലെങ്കിൽ അത്ഭുതകരമായ സങ്കുചിതത്വത്തിലേക്ക് ഞാൻ പലപ്പോഴും യാത്ര തിരിക്കാറുണ്ട്. ഇത് മനുഷ്യന്റെ സ്ഥിതിയാ. ഭൂമിയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൂടാ. അത് തന്നെയാണ് ഭൂമിയുടെ ഏറ്റവും വലിയ കുഴപ്പം. അത് തീരും അവിടെ എത്തുമ്പോൾ. അതുകൊണ്ടാണ് അല്ലാഹു തആല സൂറത്തുൽ ഹിജ്റിന്റെ 47-ാം വചനത്തിൽ അല്ലാഹ് ഇത് പറയുന്നുണ്ട്.